ഭാര്യമാരിയുമൊന്നാവാം. ദിസ് ഈസ് നോട്ട് എ നോർമൽ വീഡിയോ. ഒരു സാധാ വ്ലോഗോ വീഡിയോ ഒന്നുമല്ല ഇത്. ദിസ് ഈസ് ആക്ച്വലി മീ ഡോക്യുമെൻറ്റിങ് എ ബ്യൂട്ടിഫുൾ ഡേ വിത്ത് ഫ്യൂ ഫേവറേറ്റ് പീപ്പിൾസ് അറൗണ്ട് മീ. അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വ്ലോഗാട്ടോ. വാങ്ങിയിട്ട് പോവൂ. വന്നോന്ന് ഞാൻ നോക്കും. കൊറേ വാങ്ങുവാണെങ്കിൽ കൊറേ സ്നേഹമുണ്ട്, കുറച്ച് വാങ്ങുവാണെങ്കിൽ കുറച്ച് സ്നേഹമുള്ളൂ. ലെമനപ്പം ഉണ്ടോ? ഇത് അതിലേക്ക് ഒഴിക്കണം. അല്ലാതെ കുടിച്ചിട്ട് ഒഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ദുബായ് മറീനയിലേക്കാണ്. നമ്മളും സഞ്ജുവിൻ്റെ 2 ബ്രദേഴ്സും ഫാമിലി എല്ലാവരും കൂടെ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മളൊരു ദിവസത്തേക്ക് ജസ്റ്റ് സ്റ്റേക്കേഷൻ പോലെ പോവുകയാണ്. അപ്പോൾ ദ റീസൺ ഈസ് എല്ലാവരുടെയും വെഡിങ് ആനിവേഴ്സറി ഒന്നിച്ചാണ് മീൻസ് സെയിം മന്തിലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത്. ഓക്കെ, അപ്പോൾ വി ആർ ഓൺ അവർ വേ ടു ദുബായ് മറീന. Turn right onto Al Emreef Street. നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഉള്ളൊരു 3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ് നമ്മളൊരു ദിവസത്തേക്ക് എടുത്തിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. ഫോർത്ത് ഫ്ലോർ. സത്യത്തിൽ നല്ല സൗകര്യത്തിൽ നമ്മൾ 3 ഫാമിലിയാണ് ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിനും ധാരാളം സ്പേസും ധാരാളം സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റിന്. എൻ്റെ ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏത് ബെഡ്റൂമും, ഇത് 3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ്, 3 ബെഡ്റൂംസൊന്നും ഹാളൊന്നും പിന്നെ കിച്ചൺ എന്നൊക്കെ ഉള്ള വ്യൂ എന്ന് പറയുന്നത് വാസ് മെസ്മറൈസിങ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓ ഇനി അടുത്ത ഞങ്ങളുടെ റൂം ഏതാണ്? അതാ അത് കപ്പിൾ.
ഇവിടുത്തെ എന്ത്? ഇത് അത്രയുള്ളൂ. ഞാൻ നടത്തില്ല ഇവിടെ. ഞാൻ നടത്തില്ല, ഓൾറെഡി നടത്തില്ല. ആരും നോക്കിയൊന്നുമില്ല കേട്ടോ, ഒന്നും നോക്കുന്നില്ലല്ലോ. ഇനി എത്ര പേർക്ക് വരാം, ഒരു കുഴപ്പമില്ല. ഒരു വിഷയമില്ല. ഇത് പ്യോ പിന്നെ വന്നപ്പോൾ തന്നെ എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം വന്ന ഒരുങ്ങി നിൽക്കുന്ന ഒരു മൂഡിൽ എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. ആൻഡ് ഈ അപ്പാർട്ട്മെൻറ്റിൽ എവിടെ നോക്കിയാലും ഫോട്ടോസ് എടുക്കുക. അത്രയും രസമുള്ള ബാക്ക്ഗ്രൗണ്ടും ഓരോ സ്പോട്ടുകളും ഉണ്ടായിരുന്നു. ഓരോ കോർണറിലും നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതിന്. അണ്ണാ അണ്ണാ നമസ്കാരം അണ്ണാ. അതല്ലേ അണ്ണാ ഞാൻ നമ്മളങ്ങനെ കുറേ നേരം അകത്തുനിന്ന് സംസാരിച്ചിട്ട് നമ്മൾ മറീനയിൽ കുറച്ച് നടക്കാനൊക്കെ പോയി. കുറേ കാഴ്ചകളെല്ലാം കണ്ട്. നല്ല ഹ്യൂമിഡിറ്റി, നല്ല ചൂടാണ്. പക്ഷെ നമ്മളിങ്ങനെ ഇറങ്ങി നടന്ന് കുറേ ഒരു ഫാമിലിയോടെ എത്താണ്ട് കേട്ടോ ഇതുവരെ വന്നിട്ടില്ല. അവർ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണ് അവർ വന്നത്. പക്ഷേ നമ്മൾ ആരെത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും ഓരോരുത്തർ വന്നു കഴിയുമ്പോൾ വൈബ് അങ്ങ് മാറുമല്ലേ. അതേപോലെ തന്നെയാണ് ഓരോ ആൾക്കാർ ആഡായിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വൈബ് അങ്ങ് മാറും, വേറൊരു വൈബാവും. ഏത് വൈബാണെങ്കിലും അത്രയ്ക്ക് നമ്മൾ എൻജോയ് ചെയ്തിന്. മാഷാ അല്ലാ. എല്ലാരും അങ്ങനെ കേറിപ്പോ കേറിപ്പോ കേറിപ്പോ. ഓടിക്കാം. റെഡി 1 2 3. പിന്നെ നമ്മുടെ ഇവിടുത്തെ നടത്തൊക്കെ കഴിഞ്ഞ് ഭയങ്കര ചുട്ട് പൊള്ളുന്നുണ്ടേനു. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് കുറച്ച് ഐസ്ക്രീമോ ഡ്രിങ്ക്സ് എന്തെങ്കിലും വാങ്ങി, ഐ മീൻ എന്താ പറയുക, ഫ്രൂട്ട് ജ്യൂസ് ഇട്ടോ അതൊക്കെ വാങ്ങി നമ്മൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. ഉച്ചയിലൂടെയാണോ കുടിക്കുന്നത്? എന്നാ വേറെ എന്തെങ്കിലും ഐസ്ക്രീം എടുക്കും. നിനക്ക് ഐസ്ക്രീം വേണ്ട? എന്നാ നീ 1 കിലോ പഴം എടുത്തു. 2 രൂപ ഐസ്ക്രീം ഇല്ലയോ? അതൊന്നും വേണ്ട, അതൊന്നും എടുക്കല്ലേ. നല്ല ഐസ്ക്രീം അല്ലേ ഇത് നല്ലതാ, ഇത് നല്ലതാ ആണ്. ശരി അമ്മ വന്നു പോയതാ. അവിടെ കുടിക്കാതെ കിവി എടുക്കട്ടെ. വലുതൊന്നും എടുക്ക, അതെടുത്തു. ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. കാരണം സ്വിമ്മിംഗ് പൂള് ഒരു 7 മണി വരെ ഉള്ളൂ കേട്ടോ. പോയി ഞങ്ങൾ അടുത്ത ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അടുത്ത ലിഫ്റ്റ് വരാൻ പോകുന്ന നമ്പർ വേണ്ട. ഓക്കെ അല്ല അല്ല ബാ. താങ്കളുടെ ചാനൽ എങ്ങനെയാണ് എന്റെ വ്യൂവേഴ്സ് താങ്കൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ? ഇതിനടുത്ത് അങ്ങനെ എടുക്കും.
ഈ റൂമിലെടുക്കും എന്നെ രണ്ട് പിള്ളേരുടെ ഒന്നും വേണ്ട. ഓക്കെ. ദെൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു ദ സ്വിമ്മിങ് പൂൾ. നമുക്ക് പോയി നോക്കാം. എവിടെയാ നീ വന്നേ? എഴുതാം. അടിപൊളി വീഡിയോ കിട്ടിയ സ്വിമ്മിങ് പൂളിൽ നിന്ന് കയറി വന്ന് വീട്ടിലൊക്കെ ബാത്ത് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് എല്ലാവർക്കും തിന്നാനുള്ള കോഴിമുട്ടൊക്കെ ഇവിടെ ആരാ പുഴുങ്ങിയെന്ന് എനിക്കറിയില്ല. മേ ബി ബീനാത്തായിരിക്കും. ഉണ്ടോ എല്ലാം കൂടെ ബോയിലറിലിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. കാരണം കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വിശന്ന് എന്താ പറയുക അത് കയറി വന്ന് ടീഷർട്ട് മാത്രമേ ഞാൻ ഇതാക്കിയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? മഞ്ഞ ഇല്ല. എനിക്ക് ജിഷാമ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് തന്നെയെന്ന് എനിക്ക് മാത്രമല്ല നമുക്ക് ഉണ്ട്. നല്ല രസമുണ്ട്. ജിഷാമാക്കൻ ചോദിച്ചു ചോദിച്ചാൽ കൊടുത്തിട്ടില്ല. Ha 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 ha!